നമസ്കാരം. കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ദിലീപ് ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തുവരുന്നത്. ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു. 2017 ഫെബ്രുവരി 17 തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെടുന്നത്. 2017 കൊച്ചിയിൽ വെച്ച് മലയാളത്തിലെ പ്രമുഖ നടിയെ പൾസർ സുനിയും കൂട്ടരും ആക്രമിക്കുന്നതും ദൃശ്യങ്ങൾ പകർത്തുന്നതും. പ്രോസിക്യൂഷൻ പറയുന്നത് പ്രകാരം ഈ സംഭവത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നടിയെ ആക്രമിക്കാൻ 8ാം പ്രതി ദിലീപ് ഗൂഢാലോചന നടത്തിയിരുന്നു. 2013 നടന്ന സംഭവങ്ങളാണ് ഇതിന് പ്രധാന തെളിവായി പ്രോസിക്യൂഷൻ കാണിക്കുന്നത്. താരസംഘടനയായ അമ്മ നടത്തിയ ഷോയുടെ റിഹേഴ്സലാണ് ഇതിലൊന്ന്. ഷോയുടെ റിഹേഴ്സലിനിടെ ദിലീപും അതിജീവിതയും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. കാവ്യമാധവനും ദിലീപും ഒരുമിച്ചുള്ള ഫോട്ടോകൾ അതിജീവിത അന്ന് ദിലീപിന്റെ അന്നത്തെ ഭാര്യ മഞ്ജു വാര്യർക്ക് അയച്ചെന്നും അതിജീവിതയുടെ പ്രവൃത്തികൾ ദിലീപിന് വൈരാഗ്യമുണ്ടാക്കിയെന്നും അന്ന് അതിജീവിതയുമായി പ്രശ്നമുണ്ടായെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ഈ സംഭവത്തിന് സാക്ഷിയായ പലരും സിനിമാ രംഗത്തുണ്ട്. ചിലർ കൂറുമാറി. മലയാളത്തിലെ താരങ്ങളെല്ലാം അണിനിരുന്ന ഷോയായിരുന്നു മഴവിൽ അഴകിൽ അമ്മ. ഷാർജയിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടന്നത്. ഇന്ത്യൻ സിനിമാ രംഗം 100 വർഷം പൂർത്തിയാക്കിയതിന്റെ സ്മരണയ്ക്കും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആർട്ടിസ്റ്റുകൾക്കും സഹായം നൽകാനുമാണ് അന്ന് ഷോ നടന്നത്. വലിയ ജനപങ്കാളിത്തം ഈ ഷോയിലുണ്ടായി. ഈ ഷോയുടെ റിഹേഴ്സലിനിടെ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. നടി മീര ജാസ്മിൻ ഷോയിൽ പെർഫോം ചെയ്യാനിരുന്നതാണ്. റിഹേഴ്സലും ചെയ്തു. 2 പാട്ടുകളിലാണ് മീര പെർഫോം ചെയ്യാനിരുന്നത്. പിന്നീട് ആ നൃത്ത രംഗങ്ങളിൽ റിമ കല്ലിങ്കലും രമ്യ നമ്പീഷനും എത്തി. പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനുമൊപ്പം മീര ഡാൻസ് റിഹേഴ്സൽ ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. എന്നാൽ ഷോയിൽ മീരയില്ല. അന്ന് പല ചോദ്യങ്ങളും വന്നു. മീരയ്ക്ക് സുഖമില്ല എന്നാണ് അന്നത്തെ അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പറഞ്ഞത്. അതേസമയം അമ്മ സംഘടനയും മീര ജാസ്മിനുമായുള്ള ബന്ധം ആ കാലഘട്ടത്തിൽ സുഗമമായിരുന്നില്ല. 2009 2020 എന്ന സിനിമ ദിലീപ് നിർമ്മിച്ചത് അമ്മ സംഘടനയ്ക്ക് വേണ്ടിയാണ്. ഈ ചിത്രത്തിൽ നായികാവേഷത്തിലേക്ക് ആദ്യം മീര ജാസ്മിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ മീര നായികയായില്ല. പിന്നീട് കുറെ കാലം മീര മലയാളത്തിൽ സജീവമായിരുന്നില്ല. മീരയ്ക്ക് വിലക്കുണ്ടെന്ന് അക്കാലത്ത് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അമ്മ ഷോയ്ക്കിടെ മീര ജാസ്മിൻ എന്താണ് സംഭവിച്ചെന്നുള്ള ചോദ്യവും ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് മീര ജാസ്മിൻ അന്ന് ഷോയിൽ പങ്കെടുക്കാതിരുന്നതെന്ന ചോദ്യം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. അതേസമയം നടി ആക്രമിച്ച കേസിൽ ചർച്ചയായപ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടിയും സംസാരിച്ചിരുന്നയാളാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. ഇപ്പോഴത്തെ കേസിൽ കോടതി ദിലീപിനെ വിട്ടയച്ചു എന്ന് അറിഞ്ഞപ്പോൾ മുമ്പ് നടനെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കേണ്ടി വന്നതിൽ മാപ്പ് ചോദിക്കുകയാണ് ആലപ്പി അഷ്റഫ്. ഒപ്പം തനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ആലപ്പി അഷ്റഫിന്റെ വാക്കുകളിലൂടെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ നാൾവഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കും പറയാനുണ്ട് ചിലത്. ഒരു പാവം പെൺകുട്ടിയെ പിച്ചു ചീന്തിയ കാട്ടാളന്മാർക്ക് എതിരെയുള്ള വിധി വന്നിരിക്കുകയാണല്ലോ. അന്ന് ആ രാത്രിയിലെ അവളുടെ പ്രാണന്റെ പിടച്ചിലിനും ഒഴുക്കിയ കണ്ണീരിനും സമാനതകളില്ലാത്തതാണ്. മനുഷ്യന്റെ കോടതിയിൽ നിന്നും വിധി വരുന്നതിന് മുമ്പ് തന്നെ അവളുടെ ദുഃഖം കാണാതെ അവളെ വേദനിപ്പിച്ച് കുത്തി നോവിച്ച പലരും ദൈവത്തിന്റെ കോടതിയിൽ നിന്നും പല രൂപത്തിലും ഭാവത്തിലും ശിക്ഷ ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടില്ലേ. ക്രൂരതയുടെ വേദനയിൽ നിന്ന് ഉയർന്ന ദീനരോധനം കേട്ട് ആഹ്ലാദം കൊണ്ടവർ, അത് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചവർ, നെട്ടോട്ടമോടുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. ചില്ലുകൊട്ടാരം പോലെ സംഘടനകൾ തകർന്നു കഴിഞ്ഞു. അവർ പരസ്പരം ഏറ്റുമുട്ടി. പലരും പല നീർന്ന അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. മധുര നഗരം കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകിയായി മാറുകയായിരുന്നു ഇവിടെ അതിജീവിത. ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ദിലീപിന്റെ മേൽ സംശയം തോന്നിയിരുന്നു. ദിലീപുമായി അടുപ്പമുള്ള ചില മിംക്രിക്കാർ എനിക്ക് അതിന്റെ സൂചന തന്നിരുന്നു. ദുബായിൽ നടന്ന ഒരു ഷോയിൽ പങ്കെടുക്കാൻ ചെന്ന അവസരത്തിൽ അവർ താമസിച്ച ഹോട്ടലിൽ ചില സംഭവങ്ങൾ അരങ്ങേറി. ആ ഷോയിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആരോ മഞ്ജു വാര്യരെ ഫോൺ ചെയ്ത് അവിടെ രഹസ്യമായി വിളിച്ചു വരുത്തി. പിന്നീട് അവിടെ അരങ്ങേറിയ സംഭവങ്ങൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് പറയരുതെന്ന് എന്നോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞയാൾ വിലക്കിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു വെളിപ്പെടുത്തിയപ്പോൾ എന്റെ സംശയം കൂടുതൽ ബലപ്പെട്ടു. പിന്നീട് ബൈജു പൗലോസിനെ പോലെ ക്ലീൻ ഇമേജുള്ള ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് ദിലീപ് കൊടുത്ത കൊട്ടേഷനാണെന്ന്. പിന്നീട് കേസ് കോടതിയിൽ എത്തിയപ്പോൾ ദിലീപിന് ജാമ്യം നിഷേധിച്ച് കോടതി പറഞ്ഞു തെളിവുണ്ടെന്നും സമാന മനസ്കർക്കുള്ള മുന്നറിയിപ്പാണെന്നും. വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും ജാമ്യം നിഷേധിച്ചുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ആവർത്തിക്കുന്നു. ജാമ്യാപേക്ഷയുമായി ദിലീപ് ചെല്ലുമ്പോഴെല്ലാം ഇത് തന്നെയായിരുന്നു കോടതികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനാലാണ് ദിലീപ് 85 ദിവസം റിമാൻഡിൽ കഴിഞ്ഞത്. ദിലീപുമായി അടുത്തിടപഴകിയവരും പോലീസ് ഉദ്യോഗസ്ഥർ വരെയും ദിലീപ് സംഭവത്തിൽ ഭാഗമായിട്ടുണ്ടെന്ന് പറഞ്ഞു. പലരും പറയുന്നത് കേട്ടു. ഞാൻ അറിയുന്ന ദിലീപ് അങ്ങനൊന്നും ചെയ്യില്ലെന്ന്. സ്വർണ്ണപ്പാളി കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ എന്റെ സഹപാഠിയായിരുന്നു. അദ്ദേഹത്തോട് നല്ല സൗഹൃദമുണ്ടായിരുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു മോശം പ്രവൃത്തിയും ഞാൻ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. അതുകൊണ്ട് ഇങ്ങനൊരു കേസ് വന്നപ്പോൾ ഞാൻ അറിയുന്ന പത്മകുമാർ ഇങ്ങനെ ഒരാളല്ലെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ബന്ധങ്ങൾ മറന്ന് സംസാരിക്കേണ്ടി വരും. എനിക്ക് ദിലീപിനോട് വ്യക്തിപരമായി ശത്രുതയില്ല. നല്ല കലാകാരൻ എന്ന നിലയിൽ ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്തായാലും ആ പെൺകുട്ടിക്ക് ഇങ്ങനൊരു കാര്യം സംഭവിച്ചുവെന്നത് പച്ചയായ സത്യമാണ്. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നത് പ്രോസിക്യൂഷന്റെയും സർക്കാരിന്റെയും പരാജയമാണ്.
നീതിന്യായ വ്യവസ്ഥയെ മാനിക്കുന്നത് കൊണ്ട് ഇപ്പോൾ വന്ന വിധി അംഗീകരിക്കുന്നു. കോടതി വിധി പ്രകാരമായപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഭീമമായ തകർച്ചയ്ക്കും ജയിൽവാസം കരിയറിനുമുണ്ടായ നാശം എന്നിവയ്ക്കെല്ലാം ആര് ഉത്തരവാദിത്തം പറയും? ഇവിടെ കുറ്റവാളികൾ ഇവിടുത്തെ ഭരണകൂടമാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് നിങ്ങളെ വിശ്വസിച്ച് വലിയൊരു സമൂഹത്തെയാണ്. ദിലീപ് നിരപരാധിയാണെന്ന കോടതിയുടെ വിധിയിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ ഭാഗത്തു നിന്നുണ്ടായ വേദനിപ്പിക്കുന്ന വാക്കുകളിൽ ഞാൻ അദ്ദേഹത്തോട് നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്നാണ് അഷ്റഫ് പറഞ്ഞത്. അതേസമയം രമേശ് പിഷാരടി പറഞ്ഞത് ദിലീപ് കുറ്റം ചെയ്തുവെന്ന് താൻ കരുതിയിട്ടേ ഇല്ല എന്നാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടുക എന്നതാണ് പ്രധാനമെന്ന് ആസിഫ് അലി പറഞ്ഞു. കോടതി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനല്ലേ സാധിക്കൂ എന്നായിരുന്നു പ്രിയങ്ക അനൂപിന്റെ മറുപടി. ദിലീപിനെ വെറുതെ വിട്ടതിൽ സന്തോഷമെന്ന് ധർമ്മജൻ ബോൾഘാട്ടി പറഞ്ഞു. ചില താരങ്ങൾ ആലുവയിലെ വീട്ടിലെത്തി ദിലീപിനെ കാണുകയും ചെയ്തു. നടിക്ക് നീതി കിട്ടിയില്ലേ, കുറ്റം ചെയ്തവരെ കോടതി കണ്ടെത്തിയില്ലേ എന്നും ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ഗുണ്ടാ സംഘത്തിന് പിന്നിൽ ആര് എന്ന ചോദ്യം ബാക്കിയെന്നാണെന്നാണ് പ്രതികരിക്കുന്നവരും നിരവധി. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരൊന്നും കേസിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സുരേഷ് ഗോപിയോട് ചോദ്യം വന്നപ്പോൾ വ്യക്തമായ മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായതുമില്ല. ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുക്കുന്ന കാര്യം ജനറൽ ബോഡി തീരുമാനിക്കണമെന്നാണ് ടിനി ടോം പറഞ്ഞത്. മാക്ടയിൽ തിരിച്ചെടുക്കുന്നത് സംഘടന ചർച്ച ചെയ്യുമെന്ന് വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതിനിടയിലാണ് നടൻ ദേവന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ദിലീപിന് വേണ്ടി തുടക്കം മുതൽ സംസാരിക്കുന്ന നടന്മാരിൽ ഒരാളാണ് ദേവൻ. ദിലീപിനെ വെറുതെ വിടാൻ താൻ അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കുകയും വഴിപാട് നേരുകയും ചെയ്തിരുന്നു എന്ന് ദേവൻ പറയുന്നു. ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമല്ലേ കോടതി തീരുമാനമെടുത്തത്? 8.5 വർഷം വിചാരണ എടുത്തില്ലേ എന്നും ദേവൻ ചോദിക്കുന്നു. പുരുഷന്മാർ ഭയപ്പെടേണ്ട കാലമാണിത് എന്ന് ദേവൻ പറയുന്നുണ്ട്. എന്താണ് അതിജീവിത? ഒരു ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീ അതിജീവിതയും ഇരയുമാവുകയാണ്. അപ്പുറത്തുള്ള പുരുഷൻ കുടുങ്ങുകയും ചെയ്യും. അതിജീവിതയുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നത് ഒരു ഫാഷനാണ്. പുരുഷൻ ഇരയല്ലേ എന്നും ദേവൻ ചോദിക്കുന്നുണ്ട്. ദിലീപ് ഒരിക്കലും അമ്മയിലേക്ക് വരില്ലെന്നാണ് ദേവന്റെ അഭിപ്രായം. ദിലീപ് ആത്മാഭിമാനമുള്ള ചെറുപ്പക്കാരനാണ്. എത്ര വർഷമായി പീഡിപ്പിച്ചു? പോലീസും മീഡിയയും എന്തൊക്കെ ചെയ്തു? ഭാര്യയെയും മകളെയും അമ്മയെയും മാനസികമായി പീഡിപ്പിച്ചു. ദിലീപിന്റെ അമ്മ ഇന്നും കിടപ്പിലാണ്. ഇത്രയും സഹിച്ച വ്യക്തിയെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ചു വരൂ എന്ന് താരസംഘടന വിളിച്ചാൽ ദിലീപ് വരില്ലെന്നും ദേവൻ അഭിപ്രായപ്പെടുന്നു. കേസിൽ വിധി വന്നെങ്കിലും പലതരത്തിലുള്ള വിവാദങ്ങൾ തലപൊക്കിയിട്ടുണ്ട്. കേസിന്റെ വിധി എന്താകുമെന്ന് വിശദീകരിച്ച് നേരത്തെ ഒരു ഊമക്കത്ത് ലഭിച്ചു എന്നാണ് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹം കത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരിക്കുകയാണ്. ദിലീപിനെ വെറുതെ വിടുമെന്നാണ് ഊമക്കത്തിലുള്ളത്. വെറുതെ വിടുന്ന മറ്റു പ്രതികളുടെ പേരുകളും കത്തിലുണ്ടായിരുന്നു.